ഹായ് ഓൾ, വെൽക്കം ടു എഡ്യൂലൈറ്റ്സ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട ബേസിക് കൺസെപ്റ്റ്സ് ആണ്. കൺസെപ്റ്റിലെ രണ്ടാമത്തെ പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെഫിനിഷൻസ് ആണ്. പേഴ്സൺ, അസസി, ഡീംഡ് അസസി, അസസി ഇൻ ഡിഫോൾട്ട് തുടങ്ങിയിട്ടുള്ള കൺസെപ്റ്റുകൾ എന്താണെന്ന് നമുക്ക് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ് മി സ്റ്റാർട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, in the tax law, precise definitions are the foundation of liability. Under Income Tax Act 2025, these terms define who is responsible for tax and who can be penalized. So, ടാക്സ് ലോസിൽ നമ്മൾ ഓർക്കേണ്ടത് എപ്പോഴും ഈ ഡെഫിനിഷൻസ് എന്ന് പറയുന്നത് വൈറ്റലാണ്. ഡെഫിനിഷൻസ് പ്രകാരമാണ് ആരാണ് ടാക്സ് പേ ചെയ്യാൻ ലയബിൾ ആയിട്ടുള്ളത്, ആൻഡ് ഹൂ ഈസ് ലയബിൾ ആൻഡ് ഹൂ ക്യാൻ ബി പീനലൈസ്ഡ് ഫോർ നോൺ പേയ്മെൻറ്റ്. ഡിഫോൾട്ട് വരുത്തുമ്പോൾ ആരാണ് പീനലൈസ് ചെയ്യപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഈ പറയുന്ന ഡെഫിനിഷൻസിന്, പേഴ്സൺസിൻ്റെയൊക്കെ ഡെഫിനിഷൻസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഓക്കെ, സോ ആ ഒരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഡിഫറെൻറ്റ് ടേംസിനെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഇൻകം ടാക്സ് പ്രകാരം ഉള്ള ഡെഫിനിഷൻസ് എന്തൊക്കെയാണ്, ഒരു സ്കോപ്പ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം. ആദ്യമായിട്ട് പേഴ്സൺ അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 31 പേഴ്സണെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ദി ടേം പേഴ്സൺ ഈസ് ഇൻക്ലൂസീവ്, നോട്ട് എക്സോസ്റ്റീവ്. ദാറ്റ് മീൻസ് ഈ ഒരു ടേം എന്ന് പറയുന്നത് കുറേ ആളുകളെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ടേം പറയുന്നത്. ഇൻക്ലൂസീവ് കൺസെപ്റ്റ്, ഇൻക്ലൂസീവ് ഡെഫിനിഷൻ എന്ന് പറയും. അതായത് ഇവിടെ ആരൊക്കെയാണ് പേഴ്സൺ എന്ന് പറയുന്ന ടേമിൻ്റെ സ്കോപ്പിനകത്ത് വരുന്നത്, അങ്ങനെ ഒരു കോൺസെപ്റ്റിലാണ് ഇൻക്ലൂസീവ് ഡെഫിനിഷൻ നമുക്ക് തരുന്നത്. ഇറ്റ് ഐഡൻറ്റിഫൈ എവറി എൻറ്റിറ്റി ദാറ്റ് ക്യാൻ ബി ആൻ ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റ് ഓഫ് ടാക്സേഷൻ. ദർ ആർ 7 categories. സോ ആസ് വി സെഡ്, 7 കാറ്റഗറീസാണ് പേഴ്സൺ എന്ന് പറയുമ്പോൾ നമ്മൾ ടാക്സസിനകത്ത് ടാക്സ് പ്രകാരം ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഒന്നാമത്തെ പേഴ്സൺ ഇൻഡിവിജ്വലാണ്. ഇൻഡിവിജ്വൽ മീൻസ് എ ഹ്യൂമൻ ബീയിങ്, നാച്ചുറൽ ഹ്യൂമൻ ബീയിങ് ലൈക്ക് അസ്. മെയിലാകാം, ഫീമെയിലാകാം, മൈനറാകാം, ഓർ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്. ഇവരെല്ലാവരും ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. രണ്ടാമത്തെ കാറ്റഗറി ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, HUF, കൺസിസ്റ്റ് ഓഫ് ഓൾ പേഴ്സൺ ലീനിയലി as descended from a common ancestor. ഒരു ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ഇല്ലേ, ആ ഒരു കൺസെപ്റ്റാണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറയുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്, ഒരു ഫാമിലിയിൽ വരുന്ന എല്ലാവരെയും ഒരുമിച്ച് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുമായി ബന്ധപ്പെട്ട് അവരുടെ ആൻസിസ്റ്റേഴ്സായിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന ആ ആളുകളെയാണ്, ആ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെയാണ് നമ്മൾ HUF എന്ന് പറയുന്നത്. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾ പേഴ്സൺസ് ലീനിയലി ഡിസെൻഡഡ് ഫ്രം എ കോമൺ ആൻസിസ്റ്റർ ഇൻക്ലൂഡിങ് ദെയർ വൈഫ്സ് ആൻഡ് അൺമാരീഡ് ഡോട്ടേഴ്സ്. സോ ഇതാണ് കൺസെപ്റ്റ്. ആ ഒരു ഫാമിലി മെമ്പേഴ്സായിട്ടുള്ള എല്ലാവരും എന്ന് പറയുമ്പോൾ അവരുടെ ഭാര്യമാരുണ്ടാകും, അതേപോലെ തന്നെ ഡോട്ടേഴ്സ് മാരീഡ് ആണെങ്കിൽ അവരുടെ ഇത് മാറി, ആ ഒരു ലീനേജ് മാറി, അതൊരു പിന്നീട് HUFൻ്റെ ഭാഗമല്ല. ദേ വിൽ ബി അസസ്ഡ് ഓൺ ദി പാർട്ട് ഓഫ് ദെയർ ഹസ്ബൻഡ് ഓർ ഇൻഡിവിജ്വലി. അങ്ങനെ ആ ഒരു രീതിയിലായിരിക്കും പിന്നീട് അസസ് ചെയ്യുന്നത്. സോ HUF എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്നും ഒരു അവരുടെ എന്താ പറയുക, മുത്തശ്ശനോ അങ്ങനെ പറയുന്ന ഒരു വ്യക്തി ക്രിയേറ്റ് ചെയ്ത അവരുടെ കീഴിൽ വരുന്ന എല്ലാവരും ആ ഒരു രീതിയിൽ ഒരു ഫാമിലി ബിസിനസ് എന്നുള്ള രീതിയിൽ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഫാമിലി പൂർണ്ണമായിട്ട് അസസ് ചെയ്യപ്പെടും. അവിടെയാണ് HUFന് പ്രാധാന്യം വരുന്നത്. ഇനി അടുത്ത പേഴ്സൺ കമ്പനിയാണ്. കമ്പനി ഈസ് എ ലീഗൽ എൻറ്റിറ്റി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ കമ്പനീസ് ആക്ട് ഓർ എ ഫോറിൻ ബോഡി കോർപ്പറേറ്റ്സ്. ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു കമ്പനിയാകാം, ഒരു ലീഗൽ എൻറ്റിറ്റി ആകാം, അല്ലെങ്കിൽ ഒരു ഫോറിൻ എൻറ്റിറ്റി, ഫോറിൻ കമ്പനി, ഇന്ത്യയിലൊന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഫോറിൻ കമ്പനി. ഇവർ രണ്ടുപേരും കമ്പനിയുടെ പാർട്ടാണ്. ഇനി നാലാമത്തെ ബോഡി എന്ന് പറയാം, നാലാമത്തെ പേഴ്സൺ എന്ന് പറയാവുന്നത് ഫേമാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് പാർട്ണർഷിപ്പ് ഫേംസ് ആൻഡ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്സ്. രണ്ടും ആകാം, പാർട്ണർഷിപ്പും ആകാം, അതേപോലെ LLP ആകാം, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്. അതായത് പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണെങ്കിൽ, കമ്പനി പോലെ പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണെങ്കിൽ അത് LLP ആണ്. അതേസമയം പാർട്ണർഷിപ്പിലേക്ക് വരുമ്പോൾ അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. പാർട്ട്നേഴ്സിന് അൺലിമിറ്റഡ് ലയബിലിറ്റിയാണുള്ളത്. അവർ കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അവർക്ക് പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം വരുന്നുണ്ട്. എത്രയായാലും അവരുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അതിൽ മാത്രം ഉറച്ചു നിൽക്കുന്നതല്ല. എന്നാൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിൽ എത്രയാണോ പാർട്ട്നേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ആ കോൺട്രിബ്യൂട്ട് ചെയ്തതിൽ മാത്രമായിരിക്കും അവർക്ക് ലയബിലിറ്റി ഉള്ളത്. അതാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറയാനുള്ള കാരണം. ഇനി അടുത്തത് അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണ്, AOP, or body of individual. രണ്ട് എൻറ്റിറ്റീസ് ആണ്. വാട്ട് ഈസ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ?
Members campaign for a common purpose to produce income. It can include non-individual like company. സോ ഇവർ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്ന ഒരു കോമൺ പർപ്പസിന് വേണ്ടിയാണ്. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ, ദേ ആർ ഫോംഡ് ദിസ് അസോസിയേഷൻ ഫോർ എ പർപ്പസ്. ആ പർപ്പസ് എന്ന് പറയുന്നത് ഒരു ഇൻകം ഏൺ ചെയ്യുക എന്നുള്ളതാകാം, പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാകാം. ആ ഒരു രീതിയിൽ ആളുകൾ, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ഇൻക്ലൂഡ് കമ്പനീസ് ആസ് വെൽ, കമ്പനിയും അതിൻ്റെ ഒപ്പം വരാം. അപ്പോൾ അത്തരത്തിലുള്ള പേഴ്സൺസ് ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെ എന്ത് വിളിക്കാം? അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് എന്ന് വിളിക്കാം. ദീസ് ആർ മെമ്പേഴ്സ് കമ്പൈൻഡ് ടു ഫോർ എ കോമൺ പർപ്പസ് ടു പ്രൊഡ്യൂസ് ഇൻകം. ക്യാൻ ബി ഈ നോൺ ഇൻഡിവിജ്വൽസ് ലൈക്ക് കമ്പനീസ് പോലുള്ള നോൺ ഇൻഡിവിജ്വൽസും അസോസിയേഷൻ ഓഫ് പേഴ്സൻ്റെ ഭാഗമായിട്ട് വരാം. ഇനിയോ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, BOI, ഓൺലി ഇൻഡിവിജ്വൽസ് ജോയിൻ ടുഗദർ. അസോസിയേഷൻ ഓഫ് പേഴ്സണിൽ എന്താകാം? കമ്പനീസ് വരാമെന്ന് പറഞ്ഞു. ഇവിടെ എന്താ? ഇൻഡിവിജ്വൽസ് ഗ്രൂപ്പായിട്ട് വരുവാണെങ്കിൽ, ഗ്രൂപ്പായിട്ട് നിൽക്കുവാണെങ്കിൽ അതിനെ എന്ത് വിളിക്കുന്നു? ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് വിളിക്കുന്നു. ഓഫൺ ഓപ്പറേഷൻ ഓഫ് ലോ ലൈക്ക് കോയേഴ്സ്, ഇവർ നിയമപരമായിട്ട് ഇവരൊരുമിച്ചാണ്. അവകാശികൾ എന്നൊക്കെ പറയില്ലേ, ഇതിൻ്റെ അവകാശിയായിട്ട് വരുന്നത് ഈ 4 പേരാണെങ്കിൽ അവർ 4 പേരും ബോഡി ഓഫ് ഇൻഡിവിജ്വലാണ്. ആ 4 പേരെ ഒരുമിച്ച് പറയുമ്പോൾ അതൊരു ബോഡി ഓഫ് ഇൻഡിവിജ്വലാണ്. ആ ഒരു രീതിയിലാണ് ഓൺലി ഇൻഡിവിജ്വൽസ് ദേ ജോയിൻ ടുഗദർ, ഒരുമിച്ച് നിൽക്കുന്ന ഇൻഡിവിജ്വൽസിൻ്റെ കളക്ഷനെയാണ് ബോഡി ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്. അസോസിയേഷൻ ഓഫ് പേഴ്സൺ എന്ന് പറയുന്ന ഒരു കോമൺ പർപ്പസിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുന്ന മേ ബി ഇൻഡിവിജ്വൽസും ആകാം, കമ്പനീസും ആകാം, അതായത് നോൺ ഇൻഡിവിജ്വൽസും ആകാം എന്നുള്ളതാണ് അസോസിയേഷൻ ഓഫ് പേഴ്സണും ബോഡി ഓഫ് ഇൻഡിവിജ്വൽസും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി 6ാമത്തെ പാർട്ടി ലോക്കൽ അതോറിറ്റിയാണ്. മുനിസിപ്പൽ കമ്മിറ്റീസ്, ഡിസ്ട്രിക്ട് ബോർഡ്സ് ഓർ പോർട്ട് ട്രസ്റ്റ് പോലുള്ള ലോക്കൽ അതോറിറ്റീസ് എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ നിലനിൽക്കുന്ന ചെറിയ ബോഡീസ് ഉണ്ടല്ലോ. മുനിസിപ്പൽ അതോറിറ്റി, നമ്മുടെ മുനിസിപ്പാലിറ്റീസും അങ്ങനെ വരുന്ന എൻറ്റിറ്റീസ്, ഡിസ്ട്രിക്ട് ബോർഡ്സ്, പോർട്ട് ട്രസ്റ്റ് തുടങ്ങിയിട്ടുള്ള എൻറ്റിറ്റീസ് എല്ലാം ലോക്കൽ അതോറിറ്റീസാണ്. ലോക്കൽ അതോറിറ്റിയും ടാക്സബിൾ ആയിട്ടുള്ളൊരു പേഴ്സണാണ്. അടുത്തത് ആർട്ടിഫിഷ്യൽ ജൂറിസ്ഡിക്ഷൽ പേഴ്സൺ. ആരാണ് ആർട്ടിഫിഷ്യൽ ജൂറിസ്ഡിക്ഷൽ പേഴ്സൺ? എൻറ്റിറ്റീസ് ദാറ്റ് ആർ നോട്ട് എനി ഓഫ് ദി എബോവ് ബട്ട് ഹാവ് സെപ്പറേറ്റ് ലീഗൽ ഐഡൻറ്റിറ്റി. എക്സാമ്പിൾ ഡയറ്റീസ്, യൂണിവേഴ്സിറ്റീസ്, ബാർ കൗൺസിൽ. ഇതൊക്കെ എന്താണ്? ആർട്ടിഫിഷ്യൽ ജൂറിസ്ഡിക്ഷൽ പേഴ്സണാണ്. അതായത് മുകളിൽ പറയുന്ന 6 കാറ്റഗറിയിലും പെടില്ല, എന്നാൽ ദേ ഹാവ് എ സെപ്പറേറ്റ് ലീഗൽ ഐഡൻറ്റിറ്റി എന്നുള്ളതാണ്. ലൈക്ക് ഇപ്പോൾ ഒരു അമ്പലത്തെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു, കമ്പനി അല്ലല്ലോ, അല്ല. അപ്പോൾ അത്തരത്തിലുള്ള എൻറ്റിറ്റീസ്, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് എടുക്കുന്നു, ബാർ കൗൺസിൽസ്, സോ അഡ്വക്കേറ്റ്സിൻ്റെ കൗൺസിലൊക്കെ എടുക്കുമ്പോൾ എന്താണ്? ഇതെല്ലാം ആക്ച്വലി ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ. എന്നാൽ മുകളിൽ പറയുന്ന ഒരു കാറ്റഗറിയിലും പെടുത്താൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ അത് ആർട്ടിഫിഷ്യൽ ജൂറിസ്ഡിക്ഷൽ പേഴ്സണാണ്. നിയമപരമായിട്ട് സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി ഉള്ള പേഴ്സൺ എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. സോ ദീസ് ആർ ദി 7 പേഴ്സൺസ് ആസ് പെർ സെഷൻ 2 സബ്സെഷൻ 31. 7 ഇൻഡിവിജ്വൽസിനെയാണ്, 7 ഇൻക്ലൂസീവ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞു. ഇവരെല്ലാവരും പേഴ്സൻ്റെ ഭാഗമായിട്ട് വരും എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലൊന്നാമത്തെ ഇൻഡിവിജ്വലാണ്, നാച്ചുറൽ ഹ്യൂമൻ ബീയിങ്. ദെൻ ദെയർ ഈസ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, ലീനിയലായിട്ടുള്ള റിലേഷൻ എന്നുള്ളത് ഓർക്കുക. അടുത്തത് കമ്പനി, പിന്നെ വരുന്നത് ഫെയിമാണ്, ആൻഡ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആൻഡ് ബോഡി ഓഫ് ഇൻഡിവിജ്വൽ. പിന്നീടുള്ളത് ലോക്കൽ അതോറിറ്റീസ് ആൻഡ് ഫൈനലി ആർട്ടിഫിഷ്യൽ ജൂറിസ്ഡിക്ഷൽ പേഴ്സൺ. ഇനി 2ാമത്തെ ടേം. അപ്പോൾ പേഴ്സണെ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇനി നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന അസസിയാണ്. സെഷൻ 2 സബ്സെഷൻ 7 ആണ് അസസിയുമായി ബന്ധപ്പെട്ട സെഷൻ. ആൻഡ് അസസി ഈസ് എ പേഴ്സൺ ബൈ ഹും എനി ടാക്സ് ഓർ എനി അതർ സം ഓഫ് മണി, മേ ബി ഇൻട്രസ്റ്റ് ഓർ പെനാലിറ്റി, ഈസ് പേയബിൾ അണ്ടർ ദി ആക്ട്. ഏത് വ്യക്തിയാണോ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണോ കമ്പനി, അല്ലെങ്കിൽ അവർ പേ ചെയ്യാനുള്ള, അവർക്ക് ഇൻകം ടാക്സ് അസസ് ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു എമൗണ്ട് പേ ചെയ്യാനുണ്ട് ആക്ട് പ്രകാരമെങ്കിൽ അവരെ നമുക്ക് അസസ് ചെയ്ത് വിളിക്കാം. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അസസ് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ ടാക്സ് പേ ചെയ്യാനോ അല്ലെങ്കിൽ ടാക്സ് അല്ലാത്ത വേറെ ഏതെങ്കിലും ഇൻട്രസ്റ്റോ പെനാൽറ്റിയോ പോലുള്ള മറ്റേതെങ്കിലും തുക പേ ചെയ്യാൻ ലയബിൾ ആണെങ്കിൽ അവർ അസസി എന്നുള്ള ടേമിൻ്റെ ഭാഗമായിട്ട് വരും. സോ ആൻ അസസി ഈസ് എ പേഴ്സൺ ബൈ ഹും എനി ടാക്സ് or any other sum of money, maybe interest or penalty is payable under the act. So അസസി കിട്ടിയില്ലേ? അസസി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ടേം വരുന്നത് അസസിയുടെ ക്ലാസിഫിക്കേഷൻസ് ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് അസസീസ്. സോ അസസീസ് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് നോർമൽ അസസി.
നോർമൽ അസസി ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാറ്റഗറി, അതായത് എ പേഴ്സൺ എഗെയിൻസ്റ്റ് ഹൂം എനി പ്രൊസീഡിങ്സ് അണ്ടർ ദി ആക്ട് ഹാസ് ബീൻ ടേക്കൺ ഫോർ ദെയർ ഓൺ ഇൻകം ഓർ ലോസ്. അവരുടെ ഇൻകത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടോ ലോസിന് അഗെയിൻസ്റ്റ് ആയിട്ടോ ഒരു ഇൻഡിവിജ്വലിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഏതെങ്കിലും ആക്ട് പ്രകാരമുള്ള പ്രൊസീഡിങ്സ് എടുക്കുകയാണെങ്കിൽ അവരൊരു അസസിയാണ്. എ പേഴ്സൺ അഗെയിൻസ്റ്റ് ഹൂം എനി പ്രൊസീഡിങ്സ് അണ്ടർ ദി ആക്ട് ഹാസ് ബീൻ ടേക്കൺ ഫോർ ദെയർ ഓൺ ഇൻകം ഓർ ലോസ്, ദാറ്റ് ഈസ് കോൾഡ് ആൻ അസസി. അപ്പോൾ അസസി ഇവിടെ ഒരു എക്സാമ്പിൾ പറയാം. ആൻ ഇൻഡിവിജ്വൽ ഫയലിംഗ് എ റിട്ടേൺ ഫോർ ദെയർ സാലറി, അവരുടെ സാലറിയിന്മേൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ആൻ അസസി. ഓക്കെ, സോ ഇൻകം ടാക്സ് റിട്ടേൺ പേ ചെയ്യുന്ന ആളുകളെ നമുക്ക് അസസി എന്ന് വിളിക്കാം. സോ ആ രീതിയിൽ അസസ് ചെയ്യപ്പെടുന്ന ആളുകളാണ്. ദെൻ അടുത്ത ടേം ഡീംഡ് അസസിയാണ്. ഡീംഡ് അസസി എന്ന് പറഞ്ഞാൽ എന്താ? മറ്റൊരാളുടെ ഇൻകത്തിന്മേൽ ഇദ്ദേഹത്തെ കൂടി നമ്മൾ അസസ് ചെയ്യുകയാണ്. മറ്റൊരാളുടെ ഇൻകം കാരണം ഇദ്ദേഹത്തെ കൂടി നമ്മൾ അസസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഡീംഡ് അസസി എന്ന് പറയും. എന്തുകൊണ്ടാണ് മറ്റൊരാളുടെ ഇൻകം അസസ് ചെയ്യുമ്പോൾ ഈ ഇൻഡിവിജ്വലിൻ്റെ ഇൻകത്ത് കൂടി അസസ് ചെയ്യേണ്ടി വരുന്നത്? മേ ബി ഭാര്യയുടെ ഇൻകം എന്ന് വിചാരിക്കാം. ഭർത്താവിൻ്റെ ഇൻകം അസസ് ചെയ്യുമ്പോൾ ഭാര്യയുടെ ഇൻകത്തെ കൂടി അസസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ഇൻകം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലോ, ഏതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ അങ്ങോട്ടേക്ക് ഇൻകം ടാക്സ് കുറയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലോ അവിടെയൊക്കെയാണ് ഡീംഡ് അസസി കൺസെപ്റ്റ് വരുന്നത്. സോ ലെറ്റ്സ് സീ എ പേഴ്സൺ ഹു ഈസ് ട്രീറ്റഡ് ആസ് ആൻ അസസി ഫോർ ദി ഇൻകം ഓഫ് അനദർ പേഴ്സൺ. മനസ്സിലായോ? ഒരാളുടെ ഇൻകം അസസ് ചെയ്യുന്ന ടൈമിൽ മറ്റൊരാളെ കൂടി അസസി ആയിട്ട് കൺസിഡർ ചെയ്താൽ ഹീ ഈസ് ഡീംഡ് അസസി. എ ലീഗൽ ഹെയർ ഓഫ് എ ഡിസീസ്ഡ് പേഴ്സൺ, മരണപ്പെട്ട ഒരാളുടെ അയാളുടെ ലീഗൽ ഹെയർ, അയാളുടെ പിൻഗാമിയായിട്ട് വരുന്ന നിയമപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്വത്ത് ആരിലേക്കാണോ ചെന്ന് ചേരുന്നത് അദ്ദേഹത്തെയാണ് ലീഗൽ ഹെയർ എന്ന് പറയുന്നത്. ഓർ എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എ മൈനർ ഓർ ലുനാറ്റിക്. മൈനർ ഇൻഡിവിജ്വലിനെ നമ്മൾ ഡയറക്റ്റ്ലി അസസ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം അദ്ദേഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവിനെ അസസ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ലുനാറ്റിക് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഗാർഡിയൻ, മൈനറുടെ ആണെങ്കിൽ ഗാർഡിയൻ, ലുനാറ്റിക് ആയിട്ടുള്ള ബുദ്ധിസ്ഥിരത നഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, മാനസിക അസ്വസ്ഥതയുള്ള വ്യക്തികളാണെങ്കിൽ അവിടെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവിനെ കൂടി അസസ് ചെയ്യേണ്ടി വരുന്നത്. സോ അതാണ് ലീഗൽ ഹെയർ ഓഫ് എ ഡിസീസ്ഡ് പേഴ്സൺ, റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എ മൈനർ ഓർ എ ലുനാറ്റിക്. ഇതൊക്കെ എന്താണ്? ഡീംഡ് അസസീസിന് എക്സാമ്പിളാണ്. ദെൻ അസസി ഇൻ ഡീഫോൾട്ട് അറിയാമല്ലോ. എ പേഴ്സൺ ഹു ഫെയിൽസ് ടു ഫുൾഫിൽ ദെയർ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ. നിയമപരമായിട്ടുള്ള അവരുടെ ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യാൻ ഫെയിലായി കഴിഞ്ഞാൽ ടാക്സ് അടയ്ക്കുന്നില്ല, അല്ലെങ്കിൽ ആ വ്യക്തി റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നില്ല, TDS കട്ട് ചെയ്യുന്നില്ല. ഇവിടെയൊക്കെ എന്താണ്? നിയമപരമായിട്ട് അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു, ആ റെസ്പോൺസിബിലിറ്റി മീറ്റ് ചെയ്യുന്നതിൽ ഫെയിലായി. അങ്ങനെ വരുവാണെങ്കിൽ നമ്മളെ അവരെ അസസി ഇൻ ഡീഫോൾട്ട് എന്ന് പറയും. ദ പേഴ്സൺ ഹു ഫെയിൽസ് ടു ഫുൾഫിൽ ദെയർ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ഈസ് കോൾഡ് അസസി ഇൻ ഡീഫോൾട്ട്. ആൻ എംപ്ലോയർ ഹു ഡിഡക്റ്റ് TDS, ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ്. ആരാ ഡിഡക്റ്റ് ചെയ്യേണ്ടത്? യഥാർത്ഥത്തിൽ സാലറി ഏൺ ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ TDS പേ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരുടെ സാലറി പേ ചെയ്യുന്നതിന് മുമ്പ് TDS കട്ട് ചെയ്തിട്ട് വേണം സാലറി കൊടുക്കാൻ. എംപ്ലോയർ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എംപ്ലോയർ ആ ഒരു TDS കട്ട് ചെയ്യാൻ വിട്ടുപോയാലോ, മറന്നുപോയിട്ടുണ്ടെങ്കിലോ, അങ്ങനെയാണെങ്കിൽ അവരെയാണ് നമ്മൾ അസസി ഇൻ ഡീഫോൾട്ട് എന്ന് പറയുന്നത്. സോ ആൻ എംപ്ലോയർ ഹു ഡിഡക്ട്സ് TDS ബട്ട് ഫെയിൽസ് ടു ഡെപ്പോസിറ്റ് ഇറ്റ് വിത്ത് ദി ഗവൺമെൻറ്. TDS ഡിഡക്റ്റ് ചെയ്തു, എന്നിട്ട് ഗവൺമെൻറ് ഡെപ്പോസിറ്റ് ചെയ്യാൻ ഫെയിലായി പോയാലും അവരെന്താണ്? അസസി ഇൻ ഡീഫോൾട്ടാണ്. ഓക്കെ, സോ ക്ലാസിഫിക്കേഷൻ ഓഫ് അസസി 3 രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തു. നോർമൽ അസസി, എ പേഴ്സൺ അഗെയിൻസ്റ്റ് ഹൂം എനി പ്രൊസീഡിങ്സ് അണ്ടർ ദി ആക്ട് ഹാസ് ബീൻ ടേക്കൺ ഫോർ ദെയർ ഓൺ ഇൻകം ഓർ ലോസ്. ഡീംഡ് അസസി എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു ഇസ് ട്രീറ്റഡ് ആസ് എൻ അസസി ഫോർ ദി ഇൻകം ഓഫ് അനദർ പേഴ്സൺ. അസസി ഇൻ ഡീഫോൾട്ട് ആണെങ്കിൽ എ പേഴ്സൺ ഹു ഫെയിൽസ് ടു ഫുൾഫിൽ ദി സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻസ്. ഓക്കെ, ഇനി സം പോയിൻറ്റ്സ് ടു റിമെമ്പർ. പേഴ്സൺ വേഴ്സസ് അസസി രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നമുക്കൊന്ന് നോക്കാം. എവരി അസസി ഈസ് എ പേഴ്സൺ, ബട്ട് എവരി പേഴ്സൺ മേ നോട്ട് ബി ആൻ അസസി. ഓക്കെ, സോ എല്ലാ അസസിയും ഒരു പേഴ്സൺ എന്നുള്ള കാറ്റഗറി നമ്മൾ പെടുത്തും. പക്ഷേ അറ്റ് ദി സെയിം ടൈം നേരെ തിരിച്ച് പോസിബിൾ ആണോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. എല്ലാ പേഴ്സണും അസസി ആവണമെന്നില്ല. എക്സാമ്പിൾ, ഇഫ് ദെയർ ഇൻകം ഈസ് ബിലോ ദി ടാക്സബിൾ ലിമിറ്റ്, ആ പേഴ്സൻ്റെ ഇൻകം എന്ന് പറയുന്നത് ടാക്സബിൾ ലിമിറ്റിൻ്റെ താഴെയാണെങ്കിൽ അസസി ആവുന്നില്ല. ടാക്സബിൾ ലിമിറ്റിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ അസസി ആവുന്നുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എവരി അസസി ഈസ് എ പേഴ്സൺ ബട്ട് എവരി പേഴ്സൺ ഈസ് നോട്ട് അസസി. എല്ലാ
കാറ്റഗറി ഓഫ് പേഴ്സണെ നമ്മൾ അസസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഓർക്കേണ്ടത്. അവർക്ക് ആ ടാക്സ് സീലിങ്ങിനകത്ത് വരുവാണെങ്കിൽ മാത്രമേ അസസ് ചെയ്യപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് ദെൻ മൈനർ ആസ് എൻ അസസി. വൈൽ എ മൈനർ ഇസ് എ പേഴ്സൺ, ദേ ആർ യൂഷ്വലി ടാക്സ്ഡ് ത്രൂ എ റെപ്രസെൻറ്റേറ്റീവ്. ഓക്കെ, മൈനർ ഒരു പേഴ്സൺ ആണെങ്കിൽ കൂടി എന്താണ് പ്രശ്നം? അവരുടെ ഗാർഡിയൻ അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് വഴി മാത്രമാണ് അസസ് ചെയ്യുന്നത്. അതുകൊണ്ട് അവരെ എന്താ പറയുക, ഡീംഡ് അസസി എന്ന് വിളിക്കും. ഹൗവർ ഇഫ് എ മൈനർ ഏൺസ് ഇൻകം ത്രൂ ദെയർ ഓൺ സ്കിൽ ഓർ മാനുവൽ വർക്ക്, ദേ ക്യാൻ ബി എ നോർമൽ അസസി. രണ്ട് സിറ്റുവേഷൻ ഉണ്ട്. നോർമലി മൈനറുടെ ഇൻകം അസസ് ചെയ്യുമ്പോൾ ഒരു റെപ്രസെൻറ്റേറ്റീവിൻ്റെ ഇൻകത്തിലൂടെ ആണെങ്കിൽ കൂടിയും, ഇപ്പം മൈനർ എന്ന് പറയുന്ന ഒരു ആക്ടറാണെന്ന് വിചാരിക്കും. ഓക്കെ, ആക്ടറാണെങ്കിൽ അവരവരുടെ സ്കില്ല് ഉപയോഗിച്ചുകൊണ്ട് ഇൻകം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ മൈനർ എന്നുള്ള രീതിയിൽ തന്നെ, നോർമൽ അസസ് എന്നുള്ള രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്തുകൊണ്ട് അസസ് ചെയ്യും. അതേസമയം മറ്റ് ഏതെങ്കിലും രീതിയിലാണ്, അവർക്ക് പാരമ്പര്യമായിട്ട് വന്നിരിക്കുന്ന എന്തെങ്കിലും സ്വത്താണ്, അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ അവിടെ അദ്ദേഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവിൻ്റെ വഴി മാത്രമേ അസസ് ചെയ്യൂ. അവിടെ അദ്ദേഹം ഡീംഡ് അസസിയാണ്. എന്നാൽ സ്വന്തം സ്കിൽ, സ്വന്തം കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് മാനുവൽ വർക്ക് ചെയ്തോ സ്വന്തം സ്കില്ലിലൂടെയോ സ്വയം ഏൺ ചെയ്യുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അദ്ദേഹത്തെ നോർമൽ അസസി ആയിട്ട് ട്രീറ്റ് ചെയ്യും. മനസ്സിലായല്ലോ? ദെൻ ലീഗൽ ഹെയർ ലയബിലിറ്റി. സോ എ ലീഗൽ ഹെയർ ഈസ് എ ഡീംഡ് അസസി ഓൺലി ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് ദി അസെറ്റ് ഇൻഹെറിറ്റഡ് ഫ്രം ദി ഡിസീസ്ഡ്. ഒരാൾ മരിച്ചുപോയി, ആ മരിച്ചുപോയ വ്യക്തിയുടെ ഇൻകം ടാക്സ് അസസ് ചെയ്യുമ്പോൾ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് വരുന്ന അദ്ദേഹത്തിൻ്റെ സ്വത്ത് അൾട്ടിമേറ്റ്ലി ആരിലേക്കാണോ എത്തിയത് ആ ഇൻഡിവിജ്വലിനെ അസസ് ചെയ്യും. അസസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഇൻകം അവിടെ അസസ് ചെയ്യപ്പെടില്ല. എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായോ? അതായത് ആ വ്യക്തിക്ക് എന്താണോ ലീഗലി കിട്ടിയിട്ടുള്ളത്, ലീഗൽ ഹെയർക്ക് ആ ഒരു റിലേഷനിൽ ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്ന പോർഷൻ എന്താണോ അതിന്മേൽ മാത്രമായിരിക്കും അദ്ദേഹം അസസ് ചെയ്യപ്പെടുന്നത്. അല്ലാതെ അദ്ദേഹം സ്വന്തമായിട്ട് ജോലി ചെയ്തുണ്ടാക്കുന്ന പൈസ അതിൻ്റെ ആ ഒരു ഇൻകം ടാക്സ് അസസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇൻക്ലൂഡ് ചെയ്യില്ല എന്നുള്ളതാണ് മീനിങ്. ബിക്കോസ് ഈസ് ഡീംഡ് ഫോർ ദി ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടി ഓൺലി, ആ ഒരു രീതിയിലാണ്. സോ ലീഗൽ ഹെയർ ആണെങ്കിൽ ഈസ് എ ഡീംഡ് അസസി ഓൺലി ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് ദി അസെറ്റ് ഇൻഹെറിറ്റഡ് ഫ്രം ദി ഡിസീസ്ഡ്. മരണപ്പെട്ട ആളുടെ കയ്യിൽ നിന്നും എത്ര അസെറ്റാണോ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് അത്രയും വാല്യൂവിൽ മേൽ മാത്രമായിരിക്കും ഡീംഡ് അസസി ആയിട്ട് ട്രീറ്റ് ചെയ്യുകയും അദ്ദേഹത്തെ അസസ് ചെയ്യുകയും ചെയ്യുന്നത്. They are not personally liable for the deceased tax beyond the value of the estate. അതുകൂടാതെ ഡിസീസ്ഡിൻ്റെ ടാക്സ് ലയബിലിറ്റി എത്രമാത്രമായിരിക്കും, അതിന് എത്രമാത്രം കിട്ടിയിട്ടുണ്ടോ അതിന്മേൽ മാത്രമേ ലയബിലിറ്റി ഉള്ളൂ. ഓക്കെ, ടാക്സ് അസസ് ചെയ്തപ്പോൾ ഡിസീസ്ഡിന് ഒരു 2 lakhന് മേലുണ്ടെന്ന് വിചാരിക്കാം. ടോട്ടൽ ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നത് ആകെ 1 lakh ഉള്ളൂ. 1 ലക്ഷം രൂപ മാത്രമേ ഇൻഹെറിറ്റ് ചെയ്തിട്ട് പാരമ്പര്യമായിട്ട് ആ വ്യക്തിക്ക് കിട്ടിയിട്ടുള്ളൂ. ഓക്കെ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 2 ലക്ഷം രൂപ പൂർണ്ണമായിട്ടും സ്വത്ത് കിട്ടിയിട്ടുള്ള വ്യക്തി കൊടുക്കേണ്ടി വരുമോ? ഇല്ല. സ്വത്ത് കിട്ടിയിരിക്കുന്ന വ്യക്തി ആ സ്വത്ത് കിട്ടിയിരിക്കുന്നത് എത്രയാണോ അതിന് ആനുപാതികമായിട്ടുള്ള തുക മാത്രം പേ ചെയ്താൽ മതി. അല്ലാതെ പൂർണ്ണമായിട്ടുള്ള ലയബിലിറ്റി ഏറ്റെടുക്കേണ്ട കാര്യമില്ല. ഇതാണ് ലീഗൽ ഹെയർ ലയബിലിറ്റിയിൽ ഓർക്കേണ്ടത്. ഓക്കെ, സോ ലീഗൽ ഹെയർ ലയബിലിറ്റി നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. നമ്മളിതുവരെ കണ്ട ടേമുകൾ എടുക്കുകയാണെങ്കിൽ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു ബ്രോഡ് ടേമാണ്. സോ ബീയിങ് എ റെക്കഗ്നൈസബിൾ എൻറ്റിറ്റി ഇൻ ദി ഐസ് ഓഫ് ലോ, നിയമപരമായിട്ട് ഒരു ഇൻഡിവിജ്വൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനെയാണ് പേഴ്സൺ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ റെക്കഗ്നൈസബിൾ എൻറ്റിറ്റി. ഓക്കെ, ടാക്സ് ലോ പ്രകാരം പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മളീ കണ്ടിരിക്കുന്ന എല്ലാവരും പേഴ്സൺ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളവിടെ 6-7 പേരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6-7 പേരാണ് പേഴ്സൺ എന്നുള്ള സ്കോപ്പിനകത്ത് വരുന്നത്. ടാക്സ് ലോസ് പ്രകാരം ഇവരെയൊക്കെ നമുക്ക് പേഴ്സണായിട്ട് പറയാം. ദെൻ ആ പേഴ്സണിൽ നിന്ന് അസസ് ചെയ്യാവുമ്പോൾ എന്താ, ഇറ്റ്സ് എ ഫങ്ഷണൽ ടൈം. പേഴ്സണിൽ നിന്നും ടാക്സ് പേ ചെയ്യാൻ ലയബിളായിട്ടുള്ളവരെ നമ്മൾ അസസ് ചെയ്യുമെന്ന് വിളിക്കും. സോ ലയബിലിറ്റി ടു പേ ടാക്സ് ഓർ ഇൻട്രസ്റ്റ് ഓർ പെനാലിറ്റി, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ആർക്കാണോ ഇത്തരം ലയബിലിറ്റീസ് വരുന്നത് ആ അത്തരം പേഴ്സൺസിനെ നമ്മൾ അസസ് ചെയ്യുമെന്ന് വിളിക്കും. ദെൻ ദെയർ ഇസ് ഡീംഡ് അസസി. ഡീംഡ് അസസി ഈസ് എ റെപ്രസെൻറ്റേറ്റീവ് ടീം. ദാറ്റ് മീൻസ് പേയിങ് ടാക്സ് ഓൺ ബിഹാഫ് ഓഫ് സംവൺ എൽസ്. മറ്റൊരാൾക്ക് വേണ്ടി ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നവരാണ് ഡീംഡ് അസസി. മേ ബി മൈനർ ഡിസീസ്ഡ് ഓർ മറ്റേതെങ്കിലും രീതിയിൽ റിലേറ്റ് ചെയ്ത് വരുന്ന വ്യക്തികളാണെങ്കിൽ നോൺ റെസിഡൻറ്റോ അങ്ങനെയൊക്കെ വരുന്ന കാറ്റഗറിയിൽ നമുക്ക് ഡീംഡ് അസസി പറയാം. പിന്നീട് അസസി ഇൻ ഡീഫോൾട്ട്, ഇതൊരു പഴച്ചി ടേമാണ്. അതായത് പണിഷ്മെൻ്റ് എന്നുള്ള രീതിയിൽ ഡീഫോൾട്ട് വരുത്തിയ സിറ്റുവേഷനിൽ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ്
യൂസ് ചെയ്യുന്ന ടേമാണ് നമ്മൾ അസസി ഇൻ ഡിഫോൾട്ട് എന്ന് പറയുന്നത്. ലയബിലിറ്റി അറൈസിങ് ഡ്യൂ ടു ഫെയിലിയർ നെഗ്ലിജൻസ് ഓഫ് ഡ്യൂട്ടി. ഫെയിലിയർ ആകാം, അല്ലെങ്കിൽ നെഗ്ലിജൻസ് ഓഫ് ഡ്യൂട്ടി ആകാം. ഡ്യൂട്ടി അവർക്ക് ഉണ്ടായിരുന്നു, ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു, ആ ഉത്തരവാദിത്തം മീറ്റ് ചെയ്യാതെ വന്നപ്പോൾ വന്നിരിക്കുന്ന ലയബിലിറ്റിയാണ്. അതാണ് അസസി ഇൻ ഡിഫോൾട്ട്. ഓക്കെ, സോ സെക്കൻഡ് ടോപ്പിക്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? സെക്കൻഡ് ടോപ്പിക് ഏരിയ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇൻകം ടാക്സ് ആക്റ്റുമായി ബന്ധപ്പെട്ട ഡിഫറെൻറ്റ് ഡെഫിനിഷൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ള പർപ്പസോട് കൂടിയാണ്. സോ ഡെഫിനിഷൻസ് വൈറ്റിലാണെന്ന് പറഞ്ഞു. അതിൽ നമ്മൾ ഒന്നാമത്തെ ഡെഫിനിഷൻ പേഴ്സൺ എന്ന് പറയുന്നാൽ എന്താണ്, പേഴ്സൺ എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് എന്താണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ പോയത് പേഴ്സൺസിനെ കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻ ഈസ് അസസി. സെക്ഷൻ 2 സബ്സെക്ഷൻ 7 ആണ് അസസിയെ ഡിഫൈൻ ചെയ്യുന്നത്. അടുത്തത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസസിയെ പറ്റി പറഞ്ഞു. നോർമൽ അസസി, ഡീംഡ് അസസി ആൻഡ് അസസി ഇൻ ഡിഫോൾട്ട്. അതിനുശേഷം ഡിഫറെൻറ്റ് പോയിൻറ്റ്സിലേക്ക് നമ്മൾ വന്നു. പേഴ്സൺ ഓർ വേഴ്സസ് അസസി ഡിഫറൻസ് എന്താണെന്ന് കണ്ടു. മൈനർ അസസി എന്താണെന്ന് പറഞ്ഞു. ആൻഡ് ലീഗൽ ഹെയർ ലയബിലിറ്റി എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ രണ്ടാമത്തെ പാർട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. വി വിൽ കണ്ടിന്യൂ ഇൻ അവർ നെക്സ്റ്റ് ലെക്ചർ. താങ്ക് യു എവരിവൺ. ബൈ.